എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. ലോകപ്രസിദ്ധമായ തിരുനെൽവേലി ഹൽവ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അത് മുന്നിൽ കണ്ടാൽ തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയും. ഇത് മാത്രം കിട്ടുന്ന ഒരേയൊരു കട മാത്രമാണ് ഇപ്പോൾ തിരുനെൽവേലിയിൽ ഉള്ളത്. ഇരുട്ട് കടയെന്നാണ് പേര്. മരത്തിന്റെ പഴയ നിരത്ത് പലകകൾ നിരത്തിയ ഒരു പഴയ കടയാണ് അത്. മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ ഈ സ്വയംഭൻ സാധനത്തെ ഒന്ന് കാണാൻ പോലും സാധിക്കൂ എന്നതാണ് സത്യം. പ്രമുഖരായ പല സിനിമാതാരങ്ങൾ പോലും ഇവനെ കിട്ടാനായി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുള്ള കടയാണ് ഈ ഇരുട്ടുകൾ. വൈകിട്ട് 5 മണിക്ക് തുറക്കുന്ന കടയിൽ ഹൽവ വാങ്ങാനായി എത്തുന്നവരുടെ ക്യൂ ഉച്ചതിരിയുമ്പോൾ തന്നെ തുടങ്ങും. കട തുറന്ന് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ വിറ്റുതീരുമെന്നതിനാൽ താമസിച്ചെത്തുന്നവർക്ക് പലർക്കും ഹൽവ കിട്ടാറില്ല. 1800കളിലാണ് തിരുനെൽവേലി ഹൽവയുടെ ചരിത്രം തുടങ്ങുന്നത്. ചൊൽഗാംപെട്ടി എന്ന നാട്ടുരാജ്യത്തെ രാജാവ് കാശിയിൽ പേയായപ്പയാൾ കഴിച്ച ഹൽവയുടെ രുചി ഇഷ്ടപ്പെട്ടു. രജപുത്രനായ പാചകക്കാരൻ ജഗൻ സിംഗിനെ നാട്ടുരാജ്യത്തെ രാജാവ് തിരുനെൽവേലിയിലേക്ക് കൂടെ കൂട്ടി. പിന്നീട് ജഗൻ സിംഗ് തിരുനെൽവേലി ലക്ഷ്മി വിലാസ് എന്ന പേരിൽ ഹൽവ കട ആരംഭിച്ചു. ജഗൻ സിംഗിന്റെ പിന്മുറക്കാരൻ കൃഷ്ണസിംഗാണ് ഇരുട്ട് കടയുടെ നിലവിലെ ഉടമസ്ഥൻ. 1900ലാണ് ഈ ഇരുട്ട് കട തുടങ്ങിയത്. മറ്റു കടകളിൽ നിന്നും തിരുനെൽവേലി ഹൽവ കിട്ടുമെങ്കിലും നല്ല തറവാട്ടിൽ പിറന്ന തിരുനെൽവേലി ഹൽവ കിട്ടണമെങ്കിൽ ഇരുട്ട് കടയിലെ ക്യൂ നിന്ന് തന്നെ വാങ്ങണം. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലൂടെ ഒഴുകുന്ന താമരഭരണി അഥവാ താമ്രഭരണി പുഴയിലെ ജലമാണ് തിരുനെൽവേലി ഹൽവയ്ക്ക് ഇത്രമേൽ രുചി ഉണ്ടാവാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഗയാതമ്പ് അരച്ച് പാൽപരുവമാക്കി അത് നെയ്യും പഞ്ചസാരയും താമരഭരണി പുഴയിലെ വെള്ളവും ചേർത്ത് കുറുക്കി എടുത്താണ് തിരുനെൽവേലി ഹൽവ നിർമ്മിക്കുന്നത്. നമ്മുടെ ഹൽവയേക്കാൾ മാധുര്യമുള്ള ഹൽവയാണ് തിരുനെൽവേലി ഹൽവ. കൈയിൽ ഒട്ടിപ്പിടിക്കാത്ത ജെല്ലി പേയാലയാണ് അതിന്റെ പരുവം. തിരുനെൽവേലി ഹൽവ വായിലിട്ടാൽ അലിഞ്ഞു പോകും. 1/4 കിലോയുടെയും 1/2 കിലോയുടെയും പായ്ക്കറ്റുകളാണ് ഇരുട്ടുകടയിൽ ലഭ്യമാകും. 1 കിലോ തിരുനെൽവേലി ഹൽവയ്ക്ക് 220 രൂപയാണ് വില. ഇലയിൽ പൊതിഞ്ഞ സാമ്പിൾ പായ്ക്കറ്റും 10 രൂപയ്ക്ക് ലഭ്യം. തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കുന്ന വിധം: ചേരുവകൾ: നുറുക്ക് ഗോതമ്പ് 1 കപ്പ്, പഞ്ചസാര 2.5 കപ്പ്, നെയ്യ് 1 കപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 1/2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: നുറുക്കു ഗോതമ്പ് നന്നായി കഴുകി കുറഞ്ഞത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു വയ്ക്കൂ. നന്നായി കുതിർന്ന ഗോതമ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കൂ. അരച്ചെടുത്ത ഗോതമ്പിലേക്ക് 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് യോജിപ്പിച്ചതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കൂ. അരിച്ചെടുത്ത ഗോതമ്പ് പാൽ പുളിക്കാനായി കുറഞ്ഞത് 8 മണിക്കൂർ മാറ്റിവയ്ക്കൂ. 8 മണിക്കൂർ കഴിയുമ്പോൾ മുകളിൽ തെളിഞ്ഞ വെള്ളം കോരിക്കളയും. ബാക്കിയുള്ള ഗോതമ്പ് പാലിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് യോജിപ്പിക്കൂ. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഗോതമ്പ് പാൽ എടുത്ത് തുടരെ ഇളക്കി കുറുക്കൂ. നന്നായി കുറുകി ഏകദേശം 10 മിനിറ്റ് ആവുമ്പോൾ 2 കപ്പ് പഞ്ചസാര ചേർത്ത് യോജിപ്പിക്കൂ. ഈ സമയം തന്നെ മറ്റൊരു അടുപ്പിൽ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചൂടാക്കി തുടരെ ഇളക്കി കാരമൽ സിറപ്പ് തയ്യാറാക്കൂ. നല്ല ബ്രൗൺ നിറം ആകുമ്പോൾ ഹൽവയിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കൂ. കാരമൽ നിറം ഹൽവയിലേക്ക് നന്നായി പിടിച്ചു കഴിയുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നെയ്യ് 4 തവണയായി 5 മിനിറ്റ് ഇടവേളയിൽ ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തയ്യാറാക്കാൻ തുടങ്ങി ഏകദേശം 50 മിനിറ്റ് ആകുമ്പോൾ ഹൽവ വശങ്ങളിൽ നിന്നും വിട്ടുവരാൻ തുടങ്ങും. ഏലക്കാപ്പൊടിയും ചെറുതായി നുറുക്കിയ കശുവണ്ടിയും ചേർത്ത് യോജിപ്പിക്കൂ. അല്പസമയം കൂടി ഇളക്കി കഴിയുമ്പോൾ ചേർത്തു കൊടുത്ത നെയ്യ് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. ഈ സമയത്ത് തീ ഓഫ് ചെയ്തു ചൂടാറാൻ വേണ്ടി മാറ്റിവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.